ഞാൻ ഒരു ഇംഗ്ലീഷ് പടത്തിൽ സാറേ ലേഡി വിത്തൗട്ട് ബ്ലൗസ് എന്നും പറഞ്ഞിട്ട് ഇന്നാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ചിരുന്നില്ലേ? ഞാനോ? ഞാൻ ഇവിടെയുള്ളൊരു മാഗസിനിൽ വായിച്ചാണ്. ഇംഗ്ലീഷ് മര്യാദക്ക് പറയാനറിയില്ല. പിന്നെ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ ഇംഗ്ലീഷ് ഒരു ചിത്രത്തില്? മലയാളത്തിലെ ഞാൻ ഉദ്ദേശിക്കുന്ന 2 പടം എടുത്ത് ഓർക്കണോ? ഇപ്പൊ റിവെഞ്ച്, ബ്ലാക്ക്, ഞങ്ങൾ 3-4 പടം എടുത്തുണ്ട്. ഓ യെസ്, റിവെഞ്ച്, ബ്ലാക്ക് മെയിൽ ഒക്കെ ഇംഗ്ലീഷ് പടങ്ങളല്ല കേട്ടോ, മലയാളം. അതിൽ അഭിനയിച്ചിരുന്നത് അനുരാധ, ജയമാലിനി, രതീഷ്, ഞാൻ ഒക്കെ ആയിരുന്നു. ചുമ്മാ ഒരു നേരം പോക്കിനുള്ള പടങ്ങൾ. റോസ് ബെൽറ്റ് മണിയായിരുന്നു എൻ്റെ. സാമ്പത്തികമായിട്ട് നല്ല ലാഭം ഉണ്ടാക്കുന്ന പടങ്ങളായിരുന്നു. അത് ഇറ്റ് ഡിപ്പെൻസ്. അതിൽ ആർട്ടിസ്റ്റിന് നോക്കിയിട്ട് അല്ലെങ്കിൽ കഥ നോക്കിയിട്ട് ലൊക്കേഷൻ നോക്കിയിട്ടൊക്കെയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാനൊക്കെ ആദ്യം അഭിനയിക്കുമ്പോൾ ഒരു പടത്തിനൊക്കെ ഒരു 1.5 ലക്ഷം രൂപ ഒരു പടം തീരും. അതെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും അത് കളറായി. പിന്നെ എപ്പോഴും സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്യുക. പിന്നെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം. പണ്ട് നമുക്ക് എറണാകുളത്ത് ഒരു സെൻറ്റിന് ചിലപ്പോൾ 500 രൂപ ഉണ്ടായിരുന്നത് ചിലപ്പോൾ 5 കോടിയായിട്ടുണ്ടാവും ഒരു പക്ഷേ. ആ വ്യത്യാസം സിനിമയിലും വന്നു. അന്ന് കൂടെ അഭിനയിച്ചവരുടെ അഭിനയം കണ്ട് ഹരം കൊണ്ട് നടന്ന ആരായിരുന്നു? അതിശയം തോന്നിയ അഭിനയത്തിൽ അന്നത്തെ കാലത്ത്? അതിശയം തോന്നി എനിക്ക് എപ്പോഴും. ഞാനധികം പടം കണ്ടിട്ടുള്ള വ്യക്തിയല്ല. പക്ഷേ എനിക്ക് ശിവാജി ഗണേശൻ്റെ പടം കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ എത്ര ഓവറായി കഴിഞ്ഞാലും നമുക്ക് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അഭിനയമായിരുന്നു. ഇപ്പോഴൊന്നും ആരും അഭിനയിക്കുന്നില്ല. എന്താ പറയുക, ക്യാമറ മുമ്പിൽ ഇപ്പോൾ അഭിനയിക്കരുത്. അതിനൊരു വേറെ വാക്കുണ്ടല്ലോ, ഞാൻ മറന്നുപോയി. അത് നമ്മളത് ജീവിക്കുക എന്നൊക്കെ പറയുന്ന മാതിരി പണ്ടൊക്കെ ശിവാജി ഗണേശൻ എല്ലാവരും അഭിനയിക്കുകയായിരുന്നു. അത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യത്യാസമാണ് അത്. അതുപോലെ തന്നെ പ്രേം നസീറിനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെയാണ്. നല്ലൊരു മനുഷ്യ സ്നേഹിയാണെന്ന് പറഞ്ഞിട്ടും ഒത്തിരി പേർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? പുള്ളി ഇപ്പോൾ എല്ലാവർക്കും പ്രസംഗിക്കാൻ ഞാൻ സഹായിയാണ്, മറ്റുള്ളവർ സഹായിക്കും, സ്നേഹിക്കും. പക്ഷെ പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പറഞ്ഞ പോലെ ചെയ്യുന്ന ആളായിരുന്നു. സഹായിച്ചിരിക്കും. പുള്ളിയുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്നില്ല. ഒരു സിനിമയെ സംബന്ധിച്ചോളം പ്രൊഡ്യൂസേഴ്സ് താഴെ പോയിട്ടുണ്ടെങ്കിൽ അവർ കൈപിടിച്ചും തിരിച്ചും കരയ്ക്ക് കയറ്റുന്നൊരു വ്യക്തിയായിരുന്നു. അതുപോലെ കൂടെയുള്ള ആർക്കാണെങ്കിലും സഹായം ചെയ്തു വരുന്നു. അതുകൊണ്ട് പുള്ളി പ്രത്യേകിച്ചൊന്നും സമ്പാദിച്ചിട്ടില്ല. അത്തരം ഒരു നല്ല മനുഷ്യനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചിലവരെ ഉണ്ടാവുള്ളൂ, അപൂർവം ചില ജന്മങ്ങൾ. ഇവിടെ വന്നിട്ടുണ്ടോ നസീർ സാർ? ഇവിടെ വന്നിട്ടില്ല. ഞാനൊക്കെ അപ്പോൾ മദ്രാസിലായിരുന്നു. ഞാനിവിടെ ഇപ്പോൾ തിരിച്ചു വന്നില്ല. ഞാനൊക്കെ എൻ്റെ 23 വയസ്സിൽ മദ്രാസിൽ പോയതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഭാരതിയെ കല്യാണം കഴിച്ചു. ജയഭാരതി അറിയാലോ, കല്യാണം കഴിച്ചു. പിന്നെ മദ്രാസിൽ താമസമായി. കൂടുതൽ പകുതി ഭാഗം അവിടെ തന്നെയായിരുന്നു. ഞാൻ 76 തുടങ്ങി മദ്രാസിൽ തന്നെയായിരുന്നു. ഇപ്പോഴും മദ്രാസിലാണ് ഭാരതിയൊക്കെ. ഇടയ്ക്ക് ഞാൻ പോവും, വരും, അത്രയേ ഉള്ളൂ. ഏതായാലും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. മലയാള സിനിമയിൽ ഒരു കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ, ഞാൻ ഉൾപ്പെടെയുള്ളവരിങ്ങനെ സിനിമ എന്ന വലിയ മാധ്യമത്തിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന കാലത്ത് ഞാനൊക്കെ ജനിക്കണേക്ക് മുമ്പ് തന്നെ അഭിനയത്തിലേക്ക് വന്ന ഒരു മഹാനടനോട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. ഒരുപാട് നേരം ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ സൗമ്യമായിട്ട്, കാഷ്വലായിട്ട്, ആരെയും വേദനിപ്പിക്കാതെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ പേരിൽ എല്ലാം നന്ദി അറിയിക്കുന്നു. സന്തോഷം. എന്താണ് പ്രേക്ഷകരോട് പറയാൻ? പ്രേക്ഷകരോട് എന്താ ഞാൻ പ്രത്യേകിച്ച് പറയാം? എല്ലാവർക്കും എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നല്ലത് തിരഞ്ഞെടുക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, പ്രവൃത്തിയിൽ കാട്ടാനാണ് ബുദ്ധിമുട്ട്. സോ യു ഡു ദാറ്റ്. ദാറ്റ്സ് ഓൾ. സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിലും. നിങ്ങളെ ഞാൻ കാണുന്നതിൽ കൂടി നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവും. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. വളരെയധികം സന്തോഷം. മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു സത്താർ എന്ന് പറയുന്ന നടൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കിട്ടും. മലയാള സിനിമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഏതായാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തോടെ ഇനി അടുത്ത ഭാഗത്തിന് വേണ്ടി നിങ്ങളേതായാലും കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.